വ്യക്തിയായ വചനമേ താതനയച്ചൊരു വചനമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചന ശുശ്രൂഷ. വചന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ വചനത്തെ ആത്മീയ ഭോജനമായി സഭ നമുക്ക് നൽകുന്നു. ക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മെ ദൈവവചനം പഠിപ്പിക്കുകയാണ്. വചന ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തെ പ്രത്യേകമായി അനുസ്മരിപ്പിക്കുകയാണ്. ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നു. നമ്മുടെ മധ്യേ ജീവിക്കുന്ന ഉത്ഥിതനായ ക്രിസ്തുവാണ് ഈ വായനകളിലൂടെയെല്ലാം നമ്മോട് സംസാരിക്കുന്നത്. വായനകളെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നായിരിക്കണം. ഞായറാഴ്ചകളിലും മഹോത്സവങ്ങളിലും 3 വായനകൾ: പഴയ നിയമം, സുവിശേഷം ഒഴികെയുള്ള പുതിയ നിയമം, സുവിശേഷം എന്നിങ്ങനെയായി ക്രമീകരിച്ചിരിക്കുന്നു. സുവിശേഷം ഒഴികെയുള്ള വായനകൾ അൽമായ ശുശ്രൂഷകർ നിർവഹിക്കേണ്ടതാണ്. എല്ലാ ദിവസവും 1-ാം വായനയ്ക്ക് ശേഷം പ്രതിവചന സങ്കീർത്തനം ചൊല്ലുന്നു. പാഠകൻ വചനപീഠത്തിൽ വന്ന് 1-ാം വായന പ്രഘോഷിക്കുന്നു. ജെറമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്: അക്കാലത്ത് പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും ജനത്തോടുമായി പറഞ്ഞു, ഇവൻ മരണത്തിന് അർഹനാണ്. വായന അവസാനിപ്പിക്കുന്നത് കർത്താവിൻ്റെ വചനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കർത്താവിന്റെ വചനം. ദൈവം തൻ്റെ വചനം നൽകിയതുകൊണ്ട് ദൈവജനം ദൈവത്തിന് നന്ദി എന്ന് അപ്പോൾ പ്രത്യുദ്ധരിക്കുന്നു. 1-ാം വായനയിൽ കേട്ട ദൈവവചനം സംശീകരിക്കുന്നതിനായി വായനയോട് ബന്ധപ്പെട്ട സങ്കീർത്തന ഭാഗം ഇപ്പോൾ ആലപിക്കുകയോ ചൊല്ലുകയോ ചെയ്യുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരവരുളണമേ. സങ്കീർത്തനം ആലപിക്കുമ്പോൾ പിതാവിനെ മഹത്വപ്പെടുത്തിയ യേശുവിനെ പോലെ ദൈവജനവും ഈ ബലിയിൽ അവിടുത്തോട് ചേർന്ന് പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. തുടർന്ന് 2-ാം വായന. പാഠകൻ വചനപീഠത്തിൽ വന്ന് 2-ാം വായന പ്രഘോഷിക്കുന്നു. വായനയുടെ അവസാനം കർത്താവിൻ്റെ വചനം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദൈവജനം ദൈവത്തിന് നന്ദി എന്ന് പ്രത്യുദ്ധരിക്കുന്നു. തുടർന്ന് പാഠകൻ ഹല്ലേലൂയ എന്ന വാക്ക് ചൊല്ലുകയോ പാടുകയോ ചെയ്യുമ്പോൾ അത് ആവർത്തിച്ചുകൊണ്ട് സുവിശേഷം ശ്രവിക്കാൻ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം എഴുന്നേറ്റ് നിൽക്കുന്നു. ഹല്ലേലൂയ ആലപിച്ചതിന് ശേഷം സുവിശേഷ പ്രഭണിതം ചൊല്ലുകയോ പാടുകയോ ചെയ്യുന്നു. തുടർന്ന് വീണ്ടും ഹല്ലേലൂയ ആലപിക്കുന്നു. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. തുടർന്ന് മുഖ്യ കാർമ്മികൻ സുവിശേഷ ഭാഗം വായിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേ ആത്മാവോടും കൂടെ എന്ന് ജനം പ്രത്യുദ്ധരിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. ഏത് വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായനയാണ് എന്ന് പറയുമ്പോൾ കർത്താവേ അങ്ങേക്ക് മഹത്വം എന്ന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ദൈവജനം കുരിശടയാളം വരയ്ക്കുന്നു. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന.
തത്സമയം പുരോഹിതൻ വിശുദ്ധ ഗ്രന്ഥത്തിലും നെറ്റിയിലും അധരങ്ങളിലും കുരിശടയാളം വരയ്ക്കുന്നു. നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുന്നതിലൂടെ ബുദ്ധി വിശുദ്ധീകരിക്കപ്പെടുന്നു. അധരത്തിൽ കുരിശടയാളം വരയ്ക്കുന്നതിലൂടെ ദൈവവചനം പ്രഘോഷിക്കാൻ നമ്മുടെ അധരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. നെഞ്ചിൽ കുരിശടയാളം വരയ്ക്കുന്നതിലൂടെ ദൈവവചനം സ്വീകരിക്കുവാൻ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുന്നു. തുടർന്ന് സുവിശേഷ ഗ്രന്ഥം ക്രിസ്തുവിന്റെ സാന്നിധ്യമായതിനാൽ 3 വീതം 3 പ്രാവശ്യം ധൂപിക്കുന്നു. തുടർന്ന് പുരോഹിതൻ വേദഭാഗം വായിക്കുന്നു. വേദഭാഗം തീരുന്നത് കർത്താവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ദൈവജനമെല്ലാം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി എന്ന് ഉറക്കെ പ്രത്യുദ്ധരിക്കുന്നു. അവളത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവന്റെ ശിഷ്യന്മാർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു. അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു. കർത്താവിന്റെ സുവിശേഷം. സുവിശേഷ വ്യാഖ്യാനമാണ് തുടർന്ന്. വായിച്ചുകേട്ട വചനഭാഗത്തിൻ്റെയും സഭാപ്രബോധനങ്ങളുടെയും വെളിച്ചത്തിൽ തൻ്റെ സൂക്ഷ്യത്തിന് ഏൽപ്പിക്കപ്പെട്ട ദൈവജനത്തെ ആത്മീയ വളർച്ചയ്ക്കായി ക്രിസ്തുവിൻ്റെ പകരക്കാരനായ പുരോഹിതൻ നൽകുന്ന വ്യാഖ്യാനമാണിത്. മനുഷ്യനായ പുരോഹിതനല്ല, പകരം ക്രിസ്തു തന്നെയാണ് സുവിശേഷത്തിൻ്റെ പൊരുൾ വ്യാഖ്യാനിച്ച് നൽകുന്നത് എന്ന് നാം ഓർമ്മിക്കണം. എല്ലാ ഞായറാഴ്ചകളിലും തിരുനാളുകളിലും മഹോത്സവങ്ങളിലും വചനപ്രഭാഷണം നിർബന്ധമാണ്. തിരുപ്പട്ടം സ്വീകരിച്ചവർക്കും ഡീക്കൻ പട്ടം സ്വീകരിച്ചവർക്കും മാത്രമേ ദിവ്യബലിയിൽ വചനപ്രഭാഷണം നടത്താൻ അനുവാദമുള്ളൂ.